തൃശൂർ പൂരം പോലീസ് അലങ്കോലമാക്കിയ സംഭവത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGPയോട് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. അന്വേഷിച്ച ഉടൻ തന്നെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ചേർന്നുണ്ട്. രാജീവ്, ഒരുപക്ഷെ ഇതിന് പിന്നിൽ ഒരു രഹസ്യ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന് വേണ്ടേ കരുതാൻ? വിഷ്ണു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ നടപടികൾ കൂടുതൽ കർശനമാക്കുന്നു എന്നതാണ്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു ഈ സംഭവത്തിനെതിരെ ഉണ്ടായത്. പ്രത്യേകിച്ചും തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നത് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. അത് പോലീസിനെയും അതുപോലെ തന്നെ സർക്കാരിനെയും വലിയ രീതിയിൽ വെട്ടിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ മുഖ്യമന്ത്രി DGPയോട് റിപ്പോർട്ട് തേടുമെന്ന് വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി DGPയോട് റിപ്പോർട്ട് തേടുകയും DGP ഏതായാലും ഇന്നോ നാളെയോ റിപ്പോർട്ട് നൽകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതിനിടെയാണ് ആഭ്യന്തര വകുപ്പ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനോട് ഒരു റിപ്പോർട്ട് നേടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് നൽകണമെന്ന ഒരു നിർദ്ദേശം നിലവിൽ ആഭ്യന്തര വകുപ്പ് MR അജിത് കുമാറിന് നൽകിയിട്ടുണ്ട്. പ്രധാനമായും അന്വേഷിക്കേണ്ടത്, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ പൂരത്തിലുള്ള കൂടെ ഉൾപ്പെടെ കൊണ്ടുവന്നത് പോലീസിന്റെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു. അത് ഈ കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു തടഞ്ഞത്. മാത്രമല്ല, ഈ ആനയ്ക്കുള്ള തീറ്റ കൊണ്ടുവരുമ്പോഴും അവരോട് യാതൊരു പ്രകോപനവും ഇല്ലാതെ സഭ്യമല്ലാത്ത രീതിയിലായിരുന്നു അങ്കിത് അശോകന്റെ പെരുമാറ്റം. ഈ ഒരു സാഹചര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ ജനൽ TV രാവിലെ പുറത്തുവിട്ടിരുന്നു. ഇതിനുശേഷമാണ് വലിയ പ്രതിഷേധം ഹൈന്ദവ വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് സർക്കാരിന് നേരെ ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP അന്വേഷിച്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നിലവിൽ ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുണ്ട്. DGPയുടെ കൂടി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ മറ്റു നടപടികളിലേക്ക് കടക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കൂടി വാങ്ങേണ്ടതായുണ്ട്. ഈ DGPയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേളയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇതുണ്ടാക്കുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട്. കാരണം തൃശൂർ പൂരമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ ഇത്തരത്തിലുള്ള ക്ഷേത്ര ആചാരങ്ങൾക്ക് നേരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും കടന്നാക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന പരാതി വ്യാപകമായി തന്നെ ഉയർന്നിരുന്നു. മാത്രമല്ല, നേരത്തെയും തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതുമാണ്. ഇതിനിടെയാണ് ഏതായാലും ഇത്തരത്തിൽ പോലീസ് തന്നെ നേരിട്ടിറങ്ങി പൂരം അലങ്കോലമാക്കിയിരിക്കുന്നത്. പൂർണ്ണമായും ഈ പൂര പ്രേമികളെ നിരാശയിലാക്കിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനം ഒരു കമ്മീഷണർ തന്നെ, ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഇതിന് നേതൃത്വം നൽകി എന്നതാണ്. നേരത്തെ ശബരിമല യുവതീ പ്രവേശന സമയത്ത് ഏതൊക്കെ തരത്തിലാണോ പോലീസ് പ്രകോപനം സൃഷ്ടിച്ചത്, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടിറങ്ങി വിശ്വാസികൾക്ക് നേരെ പരാക്രമങ്ങൾ നടത്തിയത്, അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ പൂരം തടയുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത്. അതിന് നേതൃത്വം നൽകിയത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെയാണ്. അതിന്റെ തെളിവുകൾ കൂടിയാണ് പുറത്തേക്ക് വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് നേരിട്ട് ഇടപെട്ടപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതും ക്രമസമാധാന ചുമതലയുള്ള ADGPയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നതും. വിഷ്ണു, രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോലീസ് നടപടി ഇത്തരത്തിൽ പൂരത്തെ അലങ്കോലമാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGPയോടാണ് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. അങ്ങനെ എന്നിരുന്നാൽ കൂടിയും ഈ ഒരു കാര്യം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇത്തരം നടപടി കൊണ്ട് മാത്രം ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഇതിന് പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത നേടണമെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്ന നിരവധി ആളുകൾ, നിരവധി ജനപ്രതിനിധികൾ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുകയല്ലേ ഈ ഒരു ഘട്ടത്തിൽ? വിഷ്ണു, ഏതായാലും നിലവിൽ ഇപ്പോൾ അത്തരം അന്വേഷണത്തിലേക്ക് കിടക്കുന്നതിന് സർക്കാരിന് മുന്നിൽ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് DGPയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നതും ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP ആഭ്യന്തര വകുപ്പ് നേരിട്ട് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നതും. ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമാവും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും അങ്കിത് അശോകനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ഹൈന്ദവ വിശ്വാസികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മുതൽ മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു അനുകൂലമായ തീരുമാനങ്ങളായിരുന്നില്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഘട്ടത്തിലും ഈ പൂരം നടത്തുന്നതിന് ഉണ്ടായിരുന്നത്. പൂരം അലങ്കോലപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അമിത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു പോലീസ് തുടക്കം മുതൽ രംഗത്ത് വന്നത്. ഈ സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം പരിശോധിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വലിയ വീഴ്ച പോലീസിൽ സംഭവിച്ചു എന്ന് മാത്രമല്ല, ബോധപൂർവമായ വീഴ്ച സംഭവിച്ചു എന്നാണ് ഹൈന്ദവ വിശ്വാസികൾ മുതൽ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമൊക്കെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത രീതിയിലുള്ള ഒരു നടപടി അങ്കിത് അശോകനെതിരെ വേണമെന്ന ആവശ്യം നിലനിൽക്കുന്നത്. ഏതായാലും അങ്കിത് അശോകനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ അക്കാര്യവും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് സ്വന്തമായി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല.